സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി നമ്മുടെ നേതാക്കള് എന്ത് വേണമെങ്കിലും പൊക്കിയടിക്കുന്നത് നമുക്കറിയാലോ. പക്ഷെ പൊക്കി പറഞ്ഞത് കുറച്ച് കൂടിപ്പോയാലോ? നമ്മുടെ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ അഭിപ്രായത്തില് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര കാശുകാരനാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. വളരെ ലളിതമായ ജീവിതമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ എന്നാണ് അൽഫോൺസ് കണ്ണന്താനം പറയണത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിച്ചിട്ട് എന്നെ കാര്യം. ജീമാരി ടെൻഷൻ ആവണ്ട, അക്കാര്യം അൽഫോൺസ് കണ്ണന്താനം ഏറ്റു. രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിക്കുന്നതിനായി, അദ്ദേഹത്തിന്റെ മേന്മ വിശദീകരിക്കുന്നതിനായി നമ്മുടെ മാരാർജി ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കല്ലേ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ മോദിജിയുടെ പിള്ളേരല്ലേ, ആ ഒരു വെയിറ്റ് കാണിക്കണ്ടേ. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വത്ത് വിവരങ്ങളും ആസ്തിയും നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടെന്നെ കാര്യം. ആ പ്രൗഢി എന്താന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. $1 ബില്യൺ ആസ്തിയുള്ള കമ്പനി, അതാണ് യൂണിക്കോൺ. അത് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിക്കോൺ ആയത് രാജീവ് ചന്ദ്രശേഖറിന്റെ BPL മൊബൈലായിരുന്നു. എന്ത് ചെയ്യാനാ, എവിടെയൊക്കെയാ സ്വത്തുക്കൾ ഉള്ളതെന്ന് രാജീവ് ചന്ദ്രശേഖറിന് പോലും അറിയില്ല. അത്രത്തോളം ഉണ്ട് സമ്പാദ്യം. അങ്ങനെ ഒരാളാണ് നമ്മുടെ MP എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുകാർക്കല്ലേ അതിന്റെ ഒരു വെയിറ്റ് ഉള്ളത്. ഇത്രയും കാശും പത്രാസും ഉണ്ടെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും രാജീവേട്ടനില്ല കേട്ടോ. നല്ല കാശുകാരനാണെങ്കിൽ തന്നെയും വളരെ ലളിതമായി ജീവിക്കുന്ന ഒരാളാണ്. അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് 3 എന്റെ രാജീവേട്ടാ, നിങ്ങളുടെ കൂടെ എത്ര ആൾക്കാർ നടക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ആരെങ്കിലും നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തോ? കണ്ടില്ലേ, എല്ലാത്തിനും ഇവിടെ അൽഫോൺസ് ഏട്ടൻ തന്നെ വേണം. നിങ്ങൾക്കൊക്കെ നല്ല നിലയിൽ എത്താൻ വേണ്ടി മാത്രമാണ് ആ പാവം ഇങ്ങനെയൊക്കെ പറയണത്. ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാവുന്ന, ആർക്ക് വേണമെങ്കിലും പോയി സംസാരിക്കാവുന്ന, കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു ലളിതമായ ജീവിതം നയിക്കുന്ന, ലളിതമായ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ വീടും ഒന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, കാറുകളൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ ലാളിത്യം എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തുള്ള ചേട്ടന് ചിരി സഹിക്കാൻ വയ്യഞ്ഞിട്ട് കടിച്ചു പിടിച്ച് നിൽക്കാണ്. നിങ്ങളെന്താ ഞങ്ങളുടെ അൽഫോൺസ് ഏട്ടനെ കളിയാക്കാണോ? നിങ്ങൾ ആരെയും പോലെ അല്ല അൽഫോൺസ് ഏട്ടൻ. പുള്ളി ഒരു ജെനുവിൻ മനുഷ്യനാണ്, സത്യമായിട്ട് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ അൽഫോൺസ് ജി, രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ BPL കമ്പനി ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ആ കമ്പനി വിറ്റത് എത്ര രൂപയ്ക്കാ? 1.1 ബില്യനാണ്. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുകയാണെങ്കിൽ അത് 9,000 കോടി ആവില്ലേ? 1.1 ബില്യൺ എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. 1-2 അല്ല മക്കളെ, 9,000 കോടിയാണ്. ഒന്നും നോക്കില്ല, കോടികൾ ഇങ്ങനെ വാരി വീശല്ലേ. എല്ലാം തുറന്നു പറഞ്ഞു തരാൻ അൽഫോൺസ് ഏട്ടനെങ്കിലും ഉണ്ടായല്ലോ. സന്തോഷായില്ലേ രാജീവേട്ടാ? അപ്പോ BPL കമ്പനി 9,000 കോടി രൂപയ്ക്കാണ് നമ്മുടെ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വിറ്റതെന്നാണ് അൽഫോൺസ് കണ്ണന്താനം പറയുന്നത്. കുറെ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളല്ലേ രാജീവേട്ടൻ. പുള്ളിക്ക് ഏതെങ്കിലും ബിസിനസ് നടത്തിയിട്ട് എപ്പോഴെങ്കിലും നഷ്ടം കാര്യം വന്നിട്ടുണ്ടോ അൽഫോൺസ് ഏട്ടാ? അദ്ദേഹം ഒരു പ്രൈവറ്റ് ഇക്വിറ്റിയാണ് നടത്തുന്നത്. ആ ഇക്വിറ്റിയിൽ അതിനകത്ത് ലാഭവും നഷ്ടവും നമുക്കങ്ങ് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന വലിയ കമ്പനികൾ. അദ്ദേഹം ബോയിങ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആപ്പിളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ പല കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പുള്ളിയാണല്ലേ. ഇപ്പൊ ചെറിയ കമ്പനിയിലൊന്നല്ല രാജീവേട്ടന്റെ നിക്ഷേപം ഉള്ളത്. ബോയിങ്, ആപ്പിൾ അങ്ങനെ ലോകോത്തര മാർക്കറ്റുള്ള കമ്പനിയിലാണ് മക്കളെ രാജീവേട്ടന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. അപ്പൊ എങ്ങനെയാ നഷ്ടം വരാനാ? രാജീവ് ചന്ദ്രശേഖർ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. രാജീവ് ചന്ദ്രശേഖർ എങ്ങനത്തെ ആളായാലും അൽഫോൺസ് ഏട്ടന് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെയെങ്കിലും രാജീവേട്ടനെ ജയിപ്പിക്കണ്ടേ? അതിനുള്ള ഓരോ കഷ്ടപ്പാട് അതൊക്കെ. $3 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയോളം വരും. അല്ല അൽഫോൺസ് ജി, നമുക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം ഉണ്ടെന്നേ. 9,000 കോടി രൂപയ്ക്ക് BPL കമ്പനി വിറ്റ് പുതിയ കമ്പനിയൊക്കെ തുടങ്ങിയിട്ടും ആ വിവരങ്ങളൊന്നും നാമനിർദ്ദേശ പത്രികയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ആകെ 36 കോടി രൂപയാണല്ലോ അതിൽ രാജീവ് ചന്ദ്രശേഖർ ആസ്തിയായിട്ട് കാണിച്ചിട്ടുള്ളത്. എന്താ പറ്റിയേ? പാവൻ രാജീവേട്ടൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. എന്താ പറ്റിയെന്ന് അങ്ങോട്ട് തുറന്നു പറയാ അൽഫോൺസ് ഏട്ടാ. അതിനകത്ത് മാറ്റങ്ങൾ വരാം. കാരണം നമ്മൾ ഇക്വിറ്റിയിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു പ്രൈവറ്റ് ഇക്വിറ്റി നടത്തുന്ന ആളാണല്ലോ, ജൂപ്പിറ്റർ. അപ്പോൾ അതിനകത്ത് ആ ഇക്വിറ്റിയുടെ വിലമാറ്റം അനുസരിച്ച് അതിന്റെ വാല്യൂഷൻ മാറും. അങ്ങനെ പറയേ. ഓഹരി വിപണിയുടെ കാര്യല്ലേ, അതിങ്ങനെ മാറി തിരിഞ്ഞൊക്കെ ഇരിക്കില്ലേ. അവിടെ കൂടുമ്പോ ഇവിടെ ആ കൂടല് ചിലപ്പോൾ അറിയില്ലല്ലോ. ഇന്ധന വില വർധനയിൽ പണ്ട് ഇവിടെ മുരളീധരൻജി പറഞ്ഞു തോന്നില്ലേ, അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല.
അന്ന് മുരളീധരൻജി പറഞ്ഞ ആ പ്രതിഭാസമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആസ്തിയുടെ കാര്യത്തിലുള്ളത്. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അൽഫോൺസേട്ടന് ഇനിയും കുറേ കാര്യം പറയാനുണ്ടെന്നേ, പക്ഷെ കൂടെയുള്ളവർ സമ്മതിക്കണില്ല. അൽഫോൺസേട്ടന്റെ തുറന്നു പറച്ചിൽ കണ്ടിട്ട് മുള്ളുമ്മലിരിക്കണ പോലെയല്ലേ കൂടെയുള്ളവരിയ്ക്കണത്. എന്താ എത്ര ധൃതിന്ന് പോവല്ലേ? അൽഫോൺസേട്ടൻ 2 വാക്കും കൂടി പറയട്ടെ. രാജീവ് ചന്ദ്രശേഖർ ആസ്തി വിവരം മറച്ചു വെച്ചു എന്ന് കാണിച്ച് LDFും UDFും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞോട്ടെ, വളരെ ലളിതമാണ്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം അല്ല ഒരു സ്ഥാനാർത്ഥിയും അവരുടെ അസറ്റിന്റെ വാല്യൂ തെറ്റായിട്ട് കാണിക്കാൻ ധൈര്യപ്പെടില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ ഉള്ള നേരെ സ്വത്താണെന്ന് എല്ലാവർക്കും അറിയാം. ആസ്തി അദ്ദേഹം ശരിക്കും കാണിച്ചില്ലെങ്കിൽ നാളെ പിടിക്കും, നാളെ കോടതിയിൽ പോവും. അദ്ദേഹം MP ആയാൽ തന്നെ അദ്ദേഹത്തിന് MP സ്ഥാനത്ത് നിന്ന് മാറ്റും. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ബുദ്ധിയുള്ള ആള് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കില്ല. രാജീവ് ചന്ദ്രശേഖർ ഒരു തെറ്റായ വിവരവും കൊടുത്തിട്ടില്ല. 36 കോടി രൂപയാണ് നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹത്തിന്റെ ആസ്തി. അതല്ലാണ്ട് ബിസിനസ്സിൽ അദ്ദേഹം 9,000 കോടി രൂപയുടെ വിൽപ്പന വാങ്ങലൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. അത് പക്ഷേ ഇതിൽ കൂട്ടാൻ പറ്റില്ല. ഇതുവരെ ബിസിനസ്സിൽ നഷ്ടം ഉണ്ടായിട്ടില്ലെങ്കിലും ഇതിലത് കൂട്ടാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ഇതിപ്പോ കണക്കും കാര്യങ്ങളും പറഞ്ഞ് ആസ്തി വിവരം പുറത്തു കൊണ്ടുവരാൻ വേറെ ആരും മെനക്കെടണ്ടല്ലോ. രാജീവേട്ടന്റെ കൂടെ തന്നെ അതിനുള്ള ആൾക്കാരില്ലേ? സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ നിഷ്കളങ്കമായി ഇതുപോലെ തുറന്നു പറച്ചിൽ നടത്തിയ അൽഫോൺസ് കണ്ണന്താനമാണ് യഥാർത്ഥ ഹീറോ. പിന്നെ അൽഫോൺസ് ഏട്ടാ, കുറച്ച് ദിവസത്തിന് രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്തേക്കൊന്നും പോണ്ടാട്ടാ. അല്ല, നിങ്ങളുടെ നല്ലതിനു വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഇടയിൽ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവരെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജിമാരെ ഒരു മയവും ഇല്ലാണ്ട് അടച്ചാക്ഷേപിക്കുന്നത് ഗണേശേട്ടന്റെ ഒരു ശീലമായിട്ടുണ്ട്. ജിമാര് പുതിയ ഐഡിയകൾ കൊണ്ടുവന്നതിന് എപ്പോഴും ഇങ്ങനെ ട്രോളുന്നത് ശരിയല്ല കേട്ടോ ഗണേശേട്ടാ. വയനാടിൻ്റെ പ്രശ്നങ്ങളും അവസ്ഥയൊക്കെ പഠിച്ച ശേഷം ഞങ്ങളുടെ സുരേന്ദ്രൻജി വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുട്ടാ, സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന് തന്നെ. ചരിത്രത്തെക്കുറിച്ചും കേരള സംസ്കാരത്തെക്കുറിച്ച് അറിയാത്തവര് അതിനെ എതിർത്തു, ട്രോളി. അതിന് ഞങ്ങളുടെ സുരേന്ദ്രൻജി എന്ത് ചെയ്യാനാ? അല്ലാതെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആൾ വയനാട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, എത്ര ചീപ്പായിട്ടാണ് പറയുന്നത്. വിവരവും വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത്. ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് സുൽത്താൻ ബത്തേരി എന്നുള്ളത് ഗണപതി വട്ടം എന്നാക്കുന്നു. അത് ശരി, ഞങ്ങളുടെ സുരേന്ദ്രൻജിക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ ഗണേശേട്ടന്? സുൽത്താൻ ബത്തേരി എന്ന് പറയുമ്പോൾ തന്നെ എന്തോ പോലെ. ആ ഒരു സുഖക്കുറവ് മാറാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത് ആ പേര് ഗണപതി വട്ടം എന്ന് മാറ്റാമെന്ന് സുരേന്ദ്രൻജി പറഞ്ഞത് ഇത്രയും വലിയ തെറ്റാണോ? ഇന്നലെ തലശ്ശേരി പോയപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളടുത്തും പറയാണ്, സുരേന്ദ്ര, അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അവിടെ നടക്കുകയില്ല. ജയിച്ച് അദ്ദേഹം മന്ത്രിയായി പാർലമെന്റിൽ പോയി ശേഷം കണ്ടോ, സുരേന്ദ്രൻജി ജയിക്കുന്നു എന്ന് പറയുമ്പോ എന്താണ് ഗണേശേട്ടന് ഇത്ര ചിരി? ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് കരുതി ഇനി ജയിക്കില്ല എന്നൊന്നുമില്ലല്ലോ. ജയിക്കാൻ വേണ്ടിയുള്ള കരുനീക്കമാണ് ഹേ ഗണപതി വട്ടം. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി ആദ്യം വിചാരിക്കണം, പിന്നെ കേരള സർക്കാർ വിചാരിക്കണം. ഏതാ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്ത് പേര് മാറ്റണം. ഒറ്റ അപേക്ഷ ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും നടക്കാൻ പോകുന്നതിൽ എൻ്റെ ആഗ്രഹം കൂടെ എൻ്റെ കൂടെ പറയില്ല, ഈ ഗണപതി വട്ടം എന്നുള്ള വാക്കിയത് ഗണേശ വട്ടം എന്നാക്കി തരണം എന്ന് ഒരപേക്ഷ. അയ്യടാ, ഒരാഗ്രഹം പറഞ്ഞു കേട്ടില്ലേ? എല്ലാവരും ട്രോളിന സ്ഥിതിക്ക് പ്രചാരണ ലൈനൊന്ന് മാറ്റി പിടിക്കാം. കേന്ദ്രമന്ത്രിക്കായി ഒരു വോട്ട്, ഇത് പൊളിക്കും. എല്ലാ ജില്ലയിൽ നിന്നും കേരളത്തിൽ നിന്ന് മന്ത്രിമാരാ. തിരുവനന്തപുരത്തും പറഞ്ഞു, തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ കേന്ദ്രമന്ത്രി, ഇപ്പൊ തന്നെ കേന്ദ്രമന്ത്രി, ഇനി അതിനൊക്കെ പിന്നല്ലാണ്ട് ഇവിടുന്ന് ഏത് ജയിച്ചാലും കേന്ദ്രമന്ത്രിയാക്കും. കേരളം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന NDAയുടെ കേന്ദ്രമന്ത്രിമാർ, അതാണ് ഞങ്ങളുടെ ജിമാർ സ്വപ്നം കാണുന്ന കിനാശ്ശേരി. കൊല്ലത്ത് വന്നപ്പോൾ സുരേന്ദ്രൻ പറയുന്നു, ഇവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയായിരിക്കുവാണെങ്കിൽ 100% മന്ത്രിയാണ്. ആലപ്പുഴ വന്നപ്പോൾ ഇതൊക്കെ കടത്തി വിട്ട് കഴിഞ്ഞു. ആലപ്പുഴ വന്നപ്പോൾ ഒരു ബോർഡ് കാണുന്നത് മന്ത്രി വോട്ട് ചെയ്യുമെന്നാണ്. ഇത് വനിതാ മന്ത്രിക്ക് വോട്ട് ചെയ്യുമെന്നാണ്. തൊലിക്കട്ടിയുള്ളവരാരെങ്കിലും അങ്ങനെ ബോർഡ് എടുത്ത് വയ്ക്കൂ? തോക്കാൻ തോന്നുന്ന ഒരാൾ അത്തരത്തിലൊരു നാണം കെട്ട ബോർഡ് ആരെങ്കിലും ജീവിതത്തിൽ ലോകത്തൊരു തെരഞ്ഞെടുപ്പിലും, മറ്റതൊക്കെ പറച്ചിലേ ഉള്ളൂ. സുരേന്ദ്രൻ ചുമ്മാ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് കൊല്ലത്ത് മത്സരിക്കുന്ന ആളെ ജയിക്കാമെങ്കിൽ മന്ത്രിയാക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ കനലൊരു തരി, ജിമാർക്കാണെങ്കിൽ ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കാനും പറ്റണില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും തുല്യ ദുഃഖിതരല്ലേ? നിങ്ങൾ ഞങ്ങളുടെ ജിമാരെ ട്രോളുന്നത് ശരിയാണോ? തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ അമിത്ഷായെ മാറ്റിയിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ ഒരാൾ തൃശ്ശൂർ നിൽക്കുന്നു. പോലീസായിട്ട് അഭിനയിച്ച് പോലീസ് ശരീരത്തിൽ കയറി. ഈ പരകാല പ്രദേശം എന്ന് പറയും ചില ആൾക്കാർക്ക്.
വേണ്ടാട്ടാ, ഞങ്ങളുടെ സുരേഷ് ഗോപിജിയുടെ യഥാർത്ഥ പരകായ പ്രവേശം എന്താന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാട്ടാ. അമ്പലവും പള്ളിയും കയറി ഇറങ്ങിയതിന്റെയും പദയാത്ര നടത്തിയതിന്റെ ഒക്കെ ഒരു എഫക്റ്റ് കാണാണ്ടിരിക്കില്ലല്ലോ. കഴിഞ്ഞ ദിവസം LDF പിന്തുണയുള്ള തൃശ്ശൂർ മേയർ തന്നെ ഞങ്ങളുടെ സുരേഷ് ഗോപിജിനെ പൊക്കി പറഞ്ഞത് കണ്ടതാണല്ലോ അല്ലേ. പിന്നീട് അത് തിരുത്തി പറഞ്ഞെങ്കിലും ആദ്യം വായിന്ന് വീണത് സുരേഷ് ഗോപി MP ആവാൻ ഫിറ്റ് ആണെന്നല്ലേ. അതാണ് എന്തോ ഇഷ്ടമാണ് ഞങ്ങളുടെ സുരേഷ് ഗോപിജിനെ എല്ലാവർക്കും. അങ്ങനെ മന്ത്രിമാരെ തട്ടിയിട്ട് കേരളത്തിൽ നടക്കാൻ വയ്യാത്ത സ്ഥിതിയായി. വടക്കോട്ട് കാസർഗോഡ് പോയിരുന്നേ അവിടെയും വല്ല മന്ത്രിയെ കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് മന്ത്രി, ജലങ്കീഴുന്ന മന്ത്രി, എന്തായി പറയുന്നേ, ആലപ്പുഴയിൽ നിന്ന് മന്ത്രി, തൃശ്ശൂരിൽ നിന്ന് മന്ത്രി, വയനാട്ടിൽ നിന്ന് മന്ത്രി. കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ശ്വാസം മുട്ടി മരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്കും UDFന്റെ ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യരുത്. കേന്ദ്രമന്ത്രി ആവാൻ പറ്റാത്തതിന്റെ സങ്കടം നല്ലോണം ഉണ്ടല്ലേ. സാരില്ല, എല്ലാവരുടെ മാവും ഒരു തവണ പൂക്കും. ഗണപതി വട്ടത്തിനും കേന്ദ്രമന്ത്രിക്കും ശേഷം അടുത്ത ട്രിക്ക് എന്തിറക്കും എന്നുള്ള ആലോചനയിലാണ് ജിമാര്. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ തിരക്കും മുഖ്യമന്ത്രിയുടെ മൈക്ക് ശരിയാക്കലൊക്കെ കഴിഞ്ഞ് തിരക്കൊഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രിക്കുകൾ ഇറക്കുന്നേ. അപ്പോഴല്ലേ തെരഞ്ഞെടുപ്പ് രംഗം ഒന്ന് ചൂടാവുള്ളോ. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇനിയും ഇതുപോലുള്ള ട്രിക്കുകൾ പല രൂപത്തിലും ഭാവത്തിലും നമ്മളെ തേടി വരും. ജാഗ്രത. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പല രീതികൾ ഉപയോഗിക്കുന്നത് സാധാരണയാണ്. ഏത് രീതിയിലുള്ള പ്രചാരണമാണെങ്കിലും അത് നടത്താൻ ആളില്ലെങ്കിലോ, ആളില്ലെങ്കിൽ വേറെ സംസ്ഥാനത്ത് നിന്ന് വരെ ആളിറക്കും. തൃശൂർ പൂരത്തിന്റെ അതേ ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പ് പൂരത്തിനെ തൃശൂർക്കാർ നോക്കിക്കാണുന്നത്. എങ്ങനായാലും K മുരളീധരൻ ജയിക്കണം എന്നുള്ള വാശിയിലാണ് അണികള്. ഇത്തവണ പ്രചാരണം നടത്തിയത് ഒരു പെൺപൂരം സ്റ്റൈലിലാണ്. എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് സ്ത്രീകൾ തന്നെ. ഞങ്ങൾക്കും ഉണ്ടോ താരപ്രചാരകൻ എന്ന് പറഞ്ഞ് പ്രചാരണത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടിയാണ്. ചെണ്ടകൊട്ടിയും ഡാൻസ് കളിച്ചും പ്ലക്കാർഡ് പിടിച്ചൊക്കെ പ്രചാരണം കൊഴുക്കാണ് മക്കളെ. അങ്ങനെ ആവേശത്തിൽ നിന്ന് പ്രചാരണമൊക്കെ നടത്തി നമ്മുടെ ധർമ്മജൻ പ്രസംഗം നടത്താൻ വന്നപ്പോ ആരോ കതിനയ്ക്ക് തീ കൊടുത്തു. പിന്നെ കതിനോട് കതിന. K മുരളീധരന് വേണ്ടിയുള്ള പെൺപൂര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഹൈലൈറ്റ് ഇതൊന്നല്ല മക്കളെ. പ്രചാരണത്തിനിടയ്ക്ക് മുത്തുകൂടൊക്കെ പിടിച്ചു നിന്നത് ആരാന്നാ നിങ്ങളുടെയൊക്കെ വിചാരം? ഇവിടുത്തെ കോൺഗ്രസ് അണികളോ? നെഹി. പിന്നെ ഈ നട്ടപ്പൊരി വെയിലത്ത് മുത്തുകൂടയും ചൂടി നിൽക്കാൻ പോവല്ല അവര്. ഇവിടെ മുത്തുകൂട പിടിച്ചു നിന്നത് നമ്മുടെ സ്വന്തം അന്യസംസ്ഥാന തൊഴിലാളികളാണ്. റാലിക്ക് ആളെ കിട്ടാഞ്ഞിട്ടൊന്നല്ല കേട്ടോ. എല്ലാ മനുഷ്യന്മാരെയും നമ്മള് തുല്യതയോടെ കാണണ്ടേ. അതിനു വേണ്ടിയാ ഐക്യാണല്ലോ നമ്മുടെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു മെയിൻ. അതാണ് ആ കണ്ടത്. തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസ് ഉണ്ട്. ജനങ്ങൾ നല്ല രീതിയിൽ സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നുണ്ട്. അതുകൊണ്ട് 101% വിജയം ഉറപ്പാണ്. അന്യസംസ്ഥാന തൊഴിലാളികളെയും യാചകരെയും കൂടെ കൂട്ടിയായിരുന്നു അപ്പോൾ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം. സ്വന്തം പാർട്ടിയുടെ കൊടി പിടിച്ച് പ്രചാരണം നടത്താൻ പറ്റാത്തവരല്ലേ, അവരതെങ്കിലും ഒന്ന് ചെയ്തോട്ടെ എന്ന്. സുഹൃത്തുക്കളെ, രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രശ്നത്തിന് ഇന്നൊരു പരിഹാരം കണ്ടിരിക്കുന്നു. ഇനി അക്ബർ സിംഹവും സീത സിംഹവും ഇല്ല. ഇനിയുള്ളത് സൂരജ് സിംഹവും തനായ സിംഹവും. പശ്ചിമ ബംഗാളിലെ സിലിഗുഡി സഫാരി പാർക്കിലെ അക്ബർ സിംഹവും സീത സിംഹവും സൂരജ് സിംഹവും തനായ സിംഹവുമായി മാറിയിരിക്കുന്നു. പേരിന്റെ പേരിലുള്ള കുത്തുവാക്കുകൾക്ക് ശേഷം അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കുകയാണ്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. ഇനി അവര് ജന്മം നൽകുന്ന സിംഹക്കുട്ടികളുടെ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് സൂരജ് തനായ പേരുകളായിരിക്കും. ആഹാ, കേൾക്കാൻ തന്നെ എന്ത് രസം. എന്തായാലും സിംഹ ജിഹാദ് അവസാനിച്ചല്ലോ. VHPക്ക് സമാധാനമായി ഉണ്ടാവും. പിന്നല്ലാണ്ട് അക്ബർ സിംഹം സീത സിംഹത്തോടൊപ്പം ജീവിക്കാന്ന് പറയുമ്പോ തന്നെ അത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന് എതിരല്ലേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സീതയും അക്ബറും സൂരജും തനായും സെപാഹിജാല സുവോളജിക്കൽ പാർക്കിലാണ് ജനിച്ചു വളർന്നത്. രണ്ടാളും ഒരേ ചുറ്റുപാടിൽ ജനിച്ചു വളർന്നുകൊണ്ടാണ് സിലിഗുഡി സഫാരി പാർക്കിൽ അവരെ ഒരുമിപ്പിച്ച് താമസിപ്പിച്ചത്. ആരോട് പറയാൻ,
ആര്യേക്കാൻ പേര് മാറ്റിയത് നമ്മുടെ സിംഹങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും സൂരജ് സിംഹത്തിനും തനായ സിംഹത്തിനും ഇനിയെങ്കിലും കുറച്ച് സമാധാനം കൊടുക്കണം കേട്ടാ. ആ പാവങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ചോട്ടെന്ന്. ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. പേര് മാറ്റല് ജീമാർക്ക് പുത്തരിയല്ലാത്തോണ്ട് അടുത്തത് ഇനി എന്തിന്റെ പേരാണാവോ മാറ്റാൻ പോണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.